കട്ടപ്പന റൂറൽ ബാങ്ക് നിക്ഷേപകന്റെ ആത്മഹത്യ ദൗർഭാഗ്യകരമെന്ന സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. യുഡിഎഫ് ഭരണസമിതിയുടെ കീഴിലായിരുന്നു ബാങ്ക്. ഭരണം പിടിച്ചുകഴിഞ്ഞാണ് ബാങ്ക് ഇത്രയും വലിയ പ്രതിസന്ധിയിലായത് എന്ന് അറിഞ്ഞത് ഭരണം പിടിച്ചതിന് ശേഷമാണെന്നും ബാങ്കിനെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാബുവിന് ഗഡുക്കളായി പണം നൽകി വരികയായിരുന്നുവെന്നും സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും സി.വി. വർഗീസ് പറഞ്ഞു. സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സിപിഐഎം എന്നും മൃതദേഹം വെച്ചുള്ള രാഷ്ട്രീയം കോൺഗ്രസും ബിജെപിയും തുടരുകയാണെന്നും സി.വി. വർഗീസ് പറഞ്ഞു. ദാരുണമായ മരണത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അതിയായ ദുഃഖവും ഖേദവും രേഖപ്പെടുത്തുകയാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാവുന്ന ആരുത്തരവാദികളാണോ അവർക്കെതിരായി നിലപാട് സ്വീകരിക്കുക എന്നതാണ് സിപിഎമ്മിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നതുള്ളത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ്റെ കുടുംബങ്ങൾക്ക് നൽകാനുള്ള പണം ബാക്കി അടിയന്തരമായി സമാഹരിച്ച് കൊടുത്ത് ആ കുടുംബത്തിനുള്ള ബാധ്യത ബാങ്ക് തീർക്കണമെന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ജോസൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസൽ, സിപിഐഎമ്മിന്റെ പ്രതികരണം എങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട? അസിത, മുളങ്ങാശ്ശേരിയിൽ സാബു എന്ന് പറയുന്ന വ്യാപാരിയും കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകനുമായ സാബു എന്ന് പറയുന്ന ആളുടെ ഈ ആത്മഹത്യ ദൗർഭാഗ്യകരമാണ്, നിരാശാജനകമാണ് എന്നാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പറയുന്നത്. മുമ്പ് UDF ഭരിച്ചിരുന്ന ബാങ്കാണ് ഈ കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിനുശേഷം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഈ ബാങ്കിൻ്റെ ഭരണസമിതി എത്തിച്ചേരുന്നത്. അതിനെ തുടർന്ന് ഈ ഭരണസമിതി കയ്യിലേക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലാണ് ഈ ബാങ്ക് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം CPM-നും അടക്കം ബോധ്യപ്പെടുന്നത്. ഏകദേശം ഒരു തത്വദീക്ഷയുമില്ലാതെ ഏകദേശം 20 കോടിയോളം രൂപ ലോണുകളായി പുറത്ത് ആളുകളുടെ കയ്യിലുണ്ട്. അതെല്ലാം കിട്ടാക്കടമായ രീതിയിൽ കുടിശ്ശികയായി കിടക്കുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ നിക്ഷേപകരായ ആളുകൾ ഇതൊരു ബാങ്ക് നശിച്ച ഒരവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു പ്രചരണം കൂടി ഉണ്ടാകുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ നിക്ഷേപം തിരിച്ചു ചോദിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ പറയുന്ന സാബു ആണെങ്കിലും 2020 ആണ് ഈ 90 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അതിൽ 12 ലക്ഷം ഒഴിച്ച് ബാക്കി മുഴുവൻ തുകയും ഈ സാബുവിന് ഗഡുക്കളായി ഈ ഭരണസമിതി തന്നെ ഈ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 12 ലക്ഷം രൂപയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സാബുവിൻ്റെ ഭാര്യ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട കുറച്ച് തുക അധികം ചോദിച്ചത്. മാസം ഒരു നിശ്ചിത തുക വെച്ച് സാബുവിന് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തുക കൂടുതൽ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് ജീവനക്കാർ ഈ സാബുവിനോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ആരോപണം. ഏതായാലും സാബു ആത്മഹത്യ ചെയ്തു. അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണം വന്നാലും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ നിലപാടാണ് CPM ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. സഹകരണ മേഖലയെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIM എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്ന ബാങ്കിനെ കരകയറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് CPIM നടത്തിക്കൊണ്ടിരുന്നത്. ഈ ആത്മഹത്യ ചെയ്ത സാബുവിനാണെങ്കിലും 90 ലക്ഷം രൂപ ഈ ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നതിൽ 12 ലക്ഷം ഒഴിച്ചുള്ള ബാക്കി തുകയും CPIM ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാസവും ഏകദേശം 1,20,000 രൂപയോളം തിരിച്ചു കൊടുത്തതാണ്. എന്നാൽ ഒരു 2 ലക്ഷം രൂപയാണ് ഈ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാബു ആവശ്യപ്പെട്ടത്. അത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ സാധിച്ചില്ല. ഒപ്പം ഈ കുടുംബം ഇപ്പോൾ ആക്ഷേപിക്കുന്നത് ഈ സെക്രട്ടറിയും ജീവനക്കാരും മോശമായി ഇടപെട്ടു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടെങ്കിൽ, അതുപോലെ ജീവനക്കാർ ഒരു സഹകാരിയോടും മോശമായി പെരുമാറില്ലെന്നും സഹകരണ വകുപ്പ് പ്രത്യേക നിലനിൽക്കേണ്ട, ഈ നാട്ടിൽ നിലനിൽക്കേണ്ട ഒന്നാണ്. ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള. ശരി ജോസൽ, ഞാൻ ഇടപെടുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആക്ഷേപങ്ങളിൽ അന്വേഷണമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ ബാങ്ക് ഭരണസമിതി തയ്യാറാണെന്നും ബാക്കിയുള്ള തുക എത്രയും വേഗം കുടുംബത്തിന് മടക്കി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുന്നത്. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.